തന്റെ ഉള്ളിൽ ലയിപ്പിച്ചു വച്ചിരിക്കുന്ന ആദിപരാശക്തിയെ പ്രവർത്തിപ്പിക്കും, പ്രവർത്തനക്ഷമമാക്കും. അങ്ങനെ ശിവനിലെ ആദിപരാശക്തി പ്രവർത്തനക്ഷമമാകുമ്പോ ശിവനിൽ സത്വം, രജസ്, തമസ് എന്നുള്ള 3 ഗുണങ്ങളും ഇതാ പ്രവർത്തനക്ഷമമായി നിൽക്കുന്നു. അത് ശിവന്റെ സഗുണാവസ്ഥ. അപ്പൊ ശിവൻ ഇങ്ങനെ 2 ഭാവങ്ങളുണ്ട്, നിർഗുണാവസ്ഥയും സഗുണാവസ്ഥയും. നിർഗുണാവസ്ഥയെ കണ്ണുകൊണ്ട് കാണാനോ കാതുകൊണ്ട് കേൾക്കാനോ ഒന്നും പറ്റൂല. ആ നിർഗുണാവസ്ഥയ്ക്കാണ് പരബ്രഹ്മം എന്ന് പറയണേ. ആ നിർഗുണാവസ്ഥയാണ് പരബ്രഹ്മം. അതുകൊണ്ടാണ് ആ ആൽവൃക്ഷം, ആ നിർഗുണത്തിന്റെ പരബ്രഹ്മത്തിന്റെ മനസ്സിലാക്കാനുള്ള ഉപാധിയായിട്ട് അവിടെ കാരണവന്മാര്, മുത്തശ്ശിമാര് നമുക്ക് പൂജാമൂർത്തിയായിട്ട് കാണിച്ചു തന്നത്. ആ ആൽമരത്തിലൂടെ ആ നിർഗുണ പരമാത്മാവിനെ കാണണം. ആ നിർഗുണ പരമാത്മാവിന്റെ സഗുണഭാവം, അതാണ് താണ്ഡവം ചെയ്യുന്ന ശിവൻ. ഇമജിമ്മിച്ചിമ്മി നോക്കി നിന്നുപോയി ഞാൻ മൂവന്തിക്ക് ആ കമനീയ മഹാനട നടനലീല എന്ന് നേരത്തെ ശങ്കരക്കുറുപ്പ് ശിവതാണ്ഡവം അദ്ദേഹം എഴുതുന്ന ശിവപുരാണത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് അദ്ദേഹം പാടിക്കേൾപ്പിച്ചത്. ആ നിർഗുണ നിരാകാര പരബ്രഹ്മത്തിന്റെ സഗുണ സാകാര രൂപം പരബ്രഹ്മമാണ് ശിവൻ. ശിവൻ തന്നെയാണ് ശിവൻ തന്നെയാണ് പരബ്രഹ്മം. ഒന്ന് അദ്ദേഹത്തിന്റെ നിർഗുണാവസ്ഥ, വേറൊന്ന് അദ്ദേഹത്തിന്റെ സഗുണാവസ്ഥ. എപ്പോൾ നിർഗുണാവസ്ഥയിൽ ഇരിക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കും, എപ്പോൾ സഗുണാവസ്ഥയിലേക്ക് എത്തണം എന്നും അദ്ദേഹം തീരുമാനിക്കും. ആ ദേവി അദ്ദേഹത്തിൽ തന്നെ ഇരിക്കുന്നു. ദേവി ശിവനിൽ നിന്നിട്ട് വേറെ ആണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ശിവൻ തന്നെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാൻ പറ്റില്ല. ശിവനിൽ നിന്ന് വേറെയാണെന്നോ ഭിന്നമാണെന്നോ ശിവനിൽ അഭിന്നമാണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ വാക്കിനും ചിന്തയ്ക്കും ഒക്കെ അപ്പുറത്താണ് ആ നിർഗുണ നിരാകാര രൂപം. അങ്ങനെ ഇരിക്കുന്ന ആ പരമാത്മാവാണ് ദേവി. ആ ദേവി പരമാത്മാവിൽ ലയിച്ചിരിക്കുമ്പോ നിർഗുണാവസ്ഥ, അത് പരബ്രഹ്മം. ആ ദേവിയെ പ്രപഞ്ച സൃഷ്ടിക്കായിട്ട് പരമാത്മാവ് പ്രവർത്തനക്ഷമമാക്കുമ്പോൾ ആ പരമാത്മാവ് സഗുണമാകും. അപ്പോൾ ആ പരമാത്മാവിനെ നാം ശിവൻ എന്ന് പറയും. ഇതാണ് ശിവനും അതേപോലെ തന്നെ പരബ്രഹ്മവും എന്ന് നാം അറിയണം. വിവേകമുദിച്ച നാരദൻ ശിവന്റെ സമീപത്ത് പോയും വിഷ്ണുവിന്റെ സമീപത്ത് പോയും പ്രപഞ്ച രഹസ്യം പഠിക്കുന്നത് മുഴുവൻ രുദ്രസംഹിതയിൽ കേൾക്കാം. അതിന്റെ എല്ലാ അംശങ്ങളിലേക്കും കടന്നു ചെല്ലുന്നില്ല. നമ്മൾ ആദ്യം അവശ്യം അറിയേണ്ടതായ 1-2 കാര്യങ്ങൾ അല്പസമയം കൊണ്ട് പറഞ്ഞു പോവാണ്. നാരദൻ തന്റെ പിതാവായിരിക്കുന്ന ലോകപിതാമഹനായ ബ്രഹ്മാവിനോട് ചോദിച്ചു, അല്ലയോ ബ്രഹ്മാവേ, ഈ പരമാത്മതത്വം അങ്ങയ്ക്ക് അറിയുമല്ലോ, അങ്ങ് എനിക്ക് പറഞ്ഞു തരണം എന്ന് അദ്ദേഹം ബ്രഹ്മാവ് പറഞ്ഞു തുടങ്ങി. ഓരോ സൃഷ്ടിയും കഴിഞ്ഞിട്ട് പരമാത്മാവ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ തന്നിലേക്ക് ലയിപ്പിക്കും. അതിനാണല്ലോ പ്രളയം എന്ന് നേരത്തെ പറഞ്ഞത്. ആ ഓരോ പ്രളയവും ആയിക്കഴിഞ്ഞാൽ പിന്നെ ആരുണ്ടാകും? ഏകനായ ഒരാൾ മാത്രമായ, രണ്ടില്ലാത്തവനായ ആ പരമാത്മാവ് മാത്രമായിരിക്കും. അതാണ് മഹാപ്രളയകാലത്ത് ബ്രഹ്മാവ് നാരദന് പറഞ്ഞു കൊടുക്കുകയാണ്. ലോകം മുഴുവൻ ലയിച്ചടങ്ങുമ്പോ പിന്നെ ഒന്നേ ഉള്ളൂ, പരബ്രഹ്മം മാത്രമേ ഉള്ളൂ. അതിനെ വർണ്ണിക്കാൻ പറ്റൂല, വർണ്ണിക്കാൻ വാക്കുകളില്ല. അതിനെ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല, ഈ കാതുകൊണ്ട് കേൾക്കാൻ പറ്റൂല. അങ്ങനെയുള്ള മനസ്സിനും വാക്കിനും അതീതമായിരിക്കുന്ന ആ പരമാത്മാവ് മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് പറയാൻ പറ്റൂല. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പാകത്തിന് ഉപനിഷത്ത് നമുക്ക് അത് എന്തൊക്കെ അല്ല എന്ന് പറഞ്ഞു തരും. ഈ കാണുന്ന ശബ്ദങ്ങളല്ല അദ്ദേഹം, ഈ ലഭിക്കുന്ന സ്പർശങ്ങളല്ല, ചൂട് തണുപ്പ് തുടങ്ങിയ സ്പർശങ്ങളല്ല അദ്ദേഹം, ഈ കാണായ രൂപങ്ങളല്ല അദ്ദേഹം, ഈ കാണായതായ ഈ അനുഭവപ്പെടുന്നതായ രുചികളല്ല അദ്ദേഹം.
ഈ അനുഭവപ്പെടുന്നതായ ഗന്ധങ്ങളല്ല അദ്ദേഹം. അശബ്ദം, അസ്പർശം, അരൂപം, അവ്യയം, തഥാ അരസം, നിത്യം, അഗന്ധവച്ചയത് എന്നൊക്കെ ഉപനിഷത്ത് നമ്മോട് പറയും. ഉപനിഷത്ത് വാക്യാണ് ഈ പറഞ്ഞേ. ശബ്ദമില്ലാത്ത, സ്പർശമില്ലാത്ത, രൂപമില്ലാത്ത, രസമില്ലാത്ത, രസം രുചി, രുചിയില്ലാത്ത, ഗന്ധമില്ലാത്ത തത്വം, പരമതത്വം, ആനന്ദം എന്ന് പറയാൻ വേണമെങ്കിൽ ജ്ഞാനം എന്ന് പറയാം. അതേപോലെ തന്നെ മരണരഹിതമായ അവസ്ഥ എന്ന് പറയാം. അതാണ് അവിടെയും മരണരഹിതം എന്നാണ്, മരണം ഇല്ലാത്തതെന്നൊക്കെയാ പറഞ്ഞ്. ഇങ്ങനെ എന്തൊക്കെ അല്ലെന്ന് പറയാം, എന്താണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള അലൗകികമായ പരബ്രഹ്മം മാത്രമേ പ്രപഞ്ചം ലയിച്ചാൽ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ? പ്രപഞ്ച സൃഷ്ടിക്കായി സങ്കല്പിക്കും. അങ്ങനെ ലോകമുണ്ടാകട്ടെ എന്ന് അദ്ദേഹം സങ്കല്പിക്കുമ്പോഴേക്കും ആ പരമാത്മാവ്, ആ സങ്കല്പം മനസ്സിൽ വെക്കുമ്പോൾ അദ്ദേഹത്തിന് സദാശിവൻ എന്ന് പേര്. നിർഗുണ നിരാകാര ബ്രഹ്മം പ്രപഞ്ച സൃഷ്ടിക്കായിട്ട് സങ്കല്പിക്കുമ്പോൾ അദ്ദേഹത്തിന് വേദാന്ത ശാസ്ത്രം കൊടുക്കുന്ന പേരാണ് സദാശിവൻ. അപ്പോഴും കണ്ണുകൊണ്ട്, നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്ന രൂപമൊന്നുമില്ല. നമ്മളെല്ലാം ആ പരമാത്മാവായിരിക്കുകയാണ്, അദ്ദേഹത്തിൽ ലയിച്ചടങ്ങിയിരിക്കുകയാണ്. പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചിരിക്കുന്ന പോലെ ആ പരമാത്മാവിൽ ലയിച്ചിരിക്കുകയാണ്. അപ്പോൾ വേദാന്ത ശാസ്ത്രം പ്രപഞ്ച സൃഷ്ടിക്കായി തുടങ്ങുന്ന ആ നിർഗുണ നിരാകാര ബ്രഹ്മത്തിന് കൊടുക്കുന്ന പേരാണ് സദാശിവൻ. ആ സദാശിവനാണ് ഇവിടെ കുടികൊള്ളുന്നത്. ആ പരബ്രഹ്മം സദാശിവനായി, പരബ്രഹ്മമായും സദാശിവനായും നമ്മെ അനുഗ്രഹിക്കാൻ ഇവിടെ കുടികൊള്ളുന്നു. തുടർന്ന് അദ്ദേഹം തന്റെ ഉള്ളിലുള്ളതായ ശക്തിയെ പ്രവർത്തിപ്പിക്കുന്നു. ആ ശക്തിയുടെ പേരാണ് അംബിക. ആ അംബികയാണ് ആദിപരാശക്തി. ആ ആദിപരാശക്തിയാണ് അവിടെ ആ ആൽത്തറയിൽ കുടികൊള്ളുന്നത്. അതേപോലെ ഇവിടെ ഈ വേദിയിൽ കുടികൊള്ളുന്നത്. ആ ആദിപരാശക്തിക്ക് അനേകം പേരുകൾ വേദാന്ത ശാസ്ത്രം തന്നിട്ടുണ്ട്. അതൊക്കെ രുദ്രസംഹിതയിൽ പറയും. പ്രധാനം പ്രകൃതിം താം ച മായാം ഗുണവതീം പരാം. ആ ആദിപരാശക്തിയെ പ്രധാനം എന്ന് ആചാര്യന്മാർ പറയും. പ്രകൃതി എന്ന് പറയും. പ്രകൃതി എന്നുള്ള വാക്ക് നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു. മായ എന്ന് പറയും. അതേപോലെ തന്നെ ഗുണവതി, ഗുണങ്ങളോട് കൂടിയവൾ. സത്വം, രജസ്, തമസ് എന്നുള്ള ഗുണങ്ങളോട് കൂടിയവൾ എന്ന് പറയും. പിന്നെയോ ബുദ്ധി തത്വസ്യ ജനനീം, ബുദ്ധി തത്വത്തിന്റെ മാതാവായിരിക്കുന്നവൾ എന്ന് പറയും. ഇങ്ങനെ പല പേരുകൾ ആ മൂലപ്രകൃതിക്ക് ആചാര്യന്മാർ വേദാന്ത ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. സാശക്തിരംബിക പ്രോത പ്രകൃതി സകലേശ്വരി. ആ ശക്തിക്ക് അംബിക എന്ന പേര്. സാശക്തിരംബിക പ്രോക്ത. ആ മൂലപ്രകൃതിയെ അംബിക എന്ന് പറയും. അംബിക അമ്മ, ലോകത്തിന് മുഴുവൻ അമ്മ, ലോകത്തിന് മുഴുവൻ മാതാവ് ആ അംബികയാണ്. ആ അംബികയാണ് നമ്മൾ ഇവിടെ വണങ്ങുന്നത്. ആ അംബിക സകലേശ്വരി. ഈ ലോകത്തിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ട് നാം എന്തിനെയൊക്കെ കാണുന്നുവോ അതിന്റെ മുഴുവൻ ഈശ്വരിയായിരിക്കുന്നത് ആ അമ്മയാണ് എന്ന് അറിഞ്ഞുകൊള്ളണം. അവൾ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ മൂലകാരണമിത്യുത. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അടിസ്ഥാന കാരണമാണ് ആ അംബിക. നമ്മുടെ എല്ലാം, പ്രപഞ്ചത്തിന് മുഴുവൻ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം അടിസ്ഥാന കാരണമാണ് ആ അംബിക. അങ്ങനെ നിർഗുണ നിരാകാര ബ്രഹ്മം പ്രപഞ്ച സൃഷ്ടിക്കായി സങ്കല്പിച്ച് സദാശിവത്വം കൈക്കൊണ്ടു. ആ സദാശിവൻ തന്റെ ഉള്ളിൽ തന്നെയുള്ളതായ ആ ശക്തിയെ പ്രവർത്തിപ്പിച്ചു. അങ്ങനെ ആ ശക്തി അംബികയായി, ലോകത്തിൽ എല്ലാറ്റിന്റെയും അമ്മയായി. ആ അംബികാര ഈ സദാശിവൻ തന്നെയാണ്, ഈ ബ്രഹ്മം തന്നെയാണ്. ഈ ആൽത്തറയിൽ നാം കാണുന്ന ആ അമ്മ ബ്രഹ്മം തന്നെയാണ്. ഈ ബ്രഹ്മദേവൻ, നാം ഏതൊരു പരബ്രഹ്മമൂർത്തിയെയാണോ ഈ ആൽത്തറയിൽ കാണുന്നത്, അദ്ദേഹമാണ് ആ അംബിക. ഇനിയോ ആ അംബികയെയും ആ മഹാദേവനെയും നമുക്ക് രുദ്രസംഹിത നമ്മുടെ കൺമുന്നില് വർണ്ണിച്ച് കേൾപ്പിച്ചു തരുന്നു. പഞ്ചവക്ത്ര പ്രസന്നാത്മാ. ആ സദാശിവന് 5 മുഖങ്ങളും
അദ്ദേഹത്തിന്റെ ഹൃദയം, അദ്ദേഹത്തിന്റെ മനസ്സ് എപ്പോഴും സന്തോഷപൂർണമാണ്. ദുഃഖം എന്നുള്ളത് അവിടെ ഇല്ല, പരിഭ്രമം എന്നുള്ളത് അവിടെ ഇല്ല. എപ്പോഴും ആനന്ദം, ആനന്ദം മാത്രം. ദശബാഹു തൃശൂലദൃക്ക്. ദശബാഹു 10 കൈകളോട് കൂടിയവനാണ് അദ്ദേഹം, ആ സദാശിവൻ. അദ്ദേഹം തൃശൂലത്തെ തന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ആ തൃശൂലം നമുക്കറിയാം. എന്താ ഈ തൃശൂലം? അത് ഓങ്കാരമാണ്. ഭഗവാന്റെ സദാശിവന്റെ കയ്യിലിരിക്കുന്ന തൃശൂലം അത് ഓങ്കാരമാണ്. ഓം എന്ന് ദേവനാഗരി സമ്പ്രദായത്തില് എഴുതുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാലോ. എങ്ങനെയാ ഓം എന്ന് എഴുതുന്നത്? ഇങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ ഓം എന്ന് എഴുതുന്നത്? എല്ലാവർക്കും അറിയാലോ. അതില് ഇത് നോക്കിക്കോളൂ, ഈ 2 ശരിക്കും 3.5 ചുറ്റിന്റെ പാമ്പിന്റെ രൂപമാണ്. 1 ചുറ്റ്, 2 ചുറ്റ്, 3 ചുറ്റ്, അരച്ചുറ്റ്. ഇത് മുഴുവനിരിക്കുന്ന ഒരു ബിന്ദുവിൽ, അതാണ് ആ ബിന്ദു. പരമാത്മാവാകുന്ന ബിന്ദുവിലാണ് ഇതിരിക്കുന്നത്. ഇതിൽ നോക്കിക്കോണം, ഇത് 2, ഇത് 3-മത്തേത്. ഇതിങ്ങനെ വളഞ്ഞാണ്. അതിന് നിവർത്തുക, അത് യോഗശാസ്ത്രത്തിന്റെ മാർഗമാണ്, വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. അത് നിവർത്തിയിട്ട് ഇങ്ങനെ തിരിച്ചു പിടിച്ചാലോ, ഇതിനെ ഇങ്ങനെ ഈ വളഞ്ഞ ആ 3-മത്തെ ചുറ്റിനെ നിവർത്തിയിട്ട് തിരിച്ചു പിടിച്ചാലോ, അതാണ് തൃശൂലം. ഓങ്കാരമാണ് തൃശൂലം. ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ഈ തൃശൂലം ഉണ്ടല്ലോ, അത് കൊല്ലാനുള്ള ആയുധമല്ല, തോക്കും വാളും പോലെയല്ല, അത് ഓങ്കാരമാണ്. ആ ഓങ്കാരം പാദം തൊട്ട് അങ്ങ് ശിരസ് വരെ സർവത്ര നിറഞ്ഞു നിൽക്കുന്നു. ആ പിടിച്ചിരിക്കുന്ന തൃശൂലം പാദത്തിനടുത്ത് ഊന്നിയിരിക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ ജടയ്ക്ക് മുകളിൽ നിൽക്കും. അങ്ങനെയാണ്. ആ ഓങ്കാര സ്വരൂപനാണ് ഈ കാണുന്ന ശിവൻ. അതാണ് ഇതിനകത്ത് ആ രൂപത്തെ കുറിച്ച് പറയും. തൃശൂലദൃക്ക്, തൃശൂലത്തെ ധരിച്ചവൻ. അദ്ദേഹത്തിന്റെ നിറം എന്തെന്നറിയോ? കർപ്പൂര ഗൗര സുസിതോ. കർപ്പൂരത്തിന്റെ നല്ല വെണ്മയുള്ള വർണ്ണത്തോട് കൂടിയവനാണ് അദ്ദേഹം, ആ മഹാദേവൻ. ഭസ്മോദ്ധൂളിത വിഗ്രഹ. അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ ഭസ്മം പുരട്ടിയിട്ടുണ്ട്. നമുക്കറിയാം ഭസ്മം എങ്ങനെയാണ് ധരിക്കേണ്ടതെന്നൊക്കെ നമുക്കറിയാം. ആ ശരീരം മുഴുവൻ ഭസ്മമാണ്. എന്താ ഭസ്മം? അത് പ്രപഞ്ചത്തിന്റെ മുഴുവൻ അടിസ്ഥാനമായിരിക്കുന്ന പരമാത്മ പ്രതീകമാണ്. നമ്മൾ എങ്ങനെയാ ഭസ്മം ഉണ്ടാക്കുന്നത്? ചാണകം എടുത്ത് ഉണക്കിയിട്ട് അതിനെ നമ്മൾ ഉമിയിൽ വെച്ച് തീയിട്ട് അതിനെ ഭസ്മീകരിക്കും, ഭസ്മമാക്കും അല്ലേ? എന്നിട്ട് അതിനെ അരിച്ചെടുക്കും. അപ്പോ ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുവിനെ തീയിൽ ദഹിപ്പിച്ചിട്ട് അവശേഷിക്കുന്നതാണ് ഭസ്മം. ഈ ലോകപദാർത്ഥങ്ങളെല്ലാം ലയിച്ചു കഴിഞ്ഞാൽ അവശേഷിക്കുന്നതാണ് ഭസ്മം. ലോകപദാർത്ഥങ്ങളെല്ലാം ലയിച്ചു കഴിഞ്ഞാൽ എന്താ അവശേഷിക്കുക? മഹാപ്രളയകാലത്ത് എന്താണ് അവശേഷിക്കുക? നിർഗുണ നിരാകാര ബ്രഹ്മം. ആ നിർഗുണ നിരാകാര ബ്രഹ്മത്തിന്റെ നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്ന പ്രതീകമാണ് ഈ ഭസ്മം. അതാണ് ഭസ്മത്തിന് ഇത്രയേറെ പ്രാധാന്യം. അതാണ് ആ ചന്ദ്രനിൽ നിന്നിട്ട് ഭസ്മം ഇങ്ങനെ തൂനിലാവിൻ ഭസ്മം ഉതിർന്ന് വീഴുകയാണ് മുഗ്ധജീവനിൽ എന്ന് ശങ്കരക്കുറുപ്പ് പാടുന്നത്. അത് പരമാത്മ പ്രതീകമാണ്. ആ പരബ്രഹ്മം ആണ് ഈ ശരീരം മുഴുവൻ, ശിവന്റെ രൂപം മുഴുവൻ. നിർഗുണ നിരാകാര ബ്രഹ്മത്തിന് സഗുണ സാകാര രൂപം കൽപ്പിച്ചതാണ് ശിവൻ. അതാണ് അദ്ദേഹം ബ്രഹ്മസ്വരൂപനാണ്. അതാണ് ശരീരം മുഴുവൻ ഭസ്മം അണിഞ്ഞിരിക്കുന്നു. ഭസ്മോദ്ധൂളിത വിഗ്രഹ. അദ്ദേഹം എന്ത് ചെയ്യുന്നു? യുഗപച്ചതയാ ശക്യ, യുഗപച്ചതയാ ശക്തിയ സാകം കാലസ്വരൂപിണ. ശക്തിയോടുകൂടി ഇരിക്കുമ്പോൾ അദ്ദേഹം കാലസ്വരൂപനാണ്. ഭൂതം, വർത്തമാനം, ഭാവി എന്ന് 3ആയിട്ട് നമ്മൾ വിഭജിച്ച് അനുഭവിക്കുന്ന കാലത്തിന്റെ സ്വരൂപത്തോടു കൂടിയവനാണ് അദ്ദേഹം. അങ്ങനെ കാലസ്വരൂപിയായ അദ്ദേഹം തന്റെ തന്നെ ശക്തിയായിരിക്കുന്ന ആ അംബികയോടൊപ്പം അദ്ദേഹം ആനന്ദപൂർണമായിരിക്കുന്നു. എന്നിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്നറിയോ? ഒരു ക്ഷേത്രത്തെ നിർമ്മിച്ചു. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു ലോകം എന്നർത്ഥമുണ്ട്, നഗരം എന്നർത്ഥമുണ്ട്, രാജ്യം എന്നർത്ഥമുണ്ട്, അതേപോലെ തന്നെ ഒരു ഭൂപ്രദേശം എന്നർത്ഥമുണ്ട്.
അതേപോലെ ഇതേപോലൊരു ക്ഷേത്രം എന്നർത്ഥമുണ്ട്. ക്ഷേത്രം എന്നുള്ള ശബ്ദം ഇതിനെല്ലാം ചേരും. വേദാന്ത ശാസ്ത്രം വളരെ വിപുലമാണ്, വളരെ രസകരവുമാണ്. അതേ ഒരു ക്ഷേത്രം നിർമ്മിച്ചു തന്റെ പത്നിയായിരിക്കുന്ന ഈ ശക്തിയോടൊപ്പം ആനന്ദപൂർണമായി വസിക്കാൻ വേണ്ടിയിട്ട്. ആ ക്ഷേത്രത്തിന്റെ പേരെന്തെന്നറിയോ? ശിവലോകാഭിധം ക്ഷേത്രം. ശിവലോകം എന്നാണ് പേര്. ശിവലോകം എന്നു പേരായ ക്ഷേത്രത്തെ ആ ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ശിവൻ നിർമ്മിച്ചു. ആ ശിവലോകത്തിനാണ് തദേവ കാശികേത്യേതത്. കാശി കാശി എന്ന് ലോകം പറയണേ. നമ്മുടെ ഉത്തരഭാരതത്തില് ഉത്തർപ്രദേശില് ഗംഗാതീരത്ത് അവിടെ കാശി എന്നുള്ളതായ നഗരം കാണും. പരമപവിത്രമായ നഗരം. അത് സാക്ഷാൽ മഹാദേവൻ തന്റെ പത്നിയായ അംബികയോടൊപ്പം വസിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന പവിത്രമായ ക്ഷേത്രമാണ്, നഗരമാണ്. അവിടെ അദ്ദേഹം നിത്യ സാന്നിധ്യം കൊള്ളുന്നു. അതിനുശേഷമാണ് ഈ ജഗത്തിന്റെ മുഴുവൻ സൃഷ്ടി. ഈ ജഗത്തിന്റെ പ്രളയത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ ജഗത്തിനെ യഥാകാലം അദ്ദേഹം തന്നെ ലയിപ്പിക്കും. അങ്ങനെ ഈ ലോകത്തെ മുഴുവൻ ലയിപ്പിച്ചു കഴിഞ്ഞാലും ഈ ശിവലോകം ഉണ്ടല്ലോ, ഈ കാശി ലയിക്കില്ല. ആ ശിവലോകം അങ്ങനെ തന്നെ കുടികൊള്ളും. ആ ശിവലോകത്തിൽ ശിവനും അംബികയും നിത്യസാന്നിധ്യം കൊള്ളും. അതാണ് കാശിയുടെ പ്രത്യേകത. അതുകൊണ്ട് ഏറ്റവും പവിത്രമാണ് കാശി. എല്ലാ പ്രകാരത്തിലും തപസ് ചെയ്യാനും മോക്ഷം കൈവരിക്കാനും കാശി ഏറ്റവും പവിത്രമാണ്. ബ്രഹ്മസ്വരൂപനായ ഈ പരബ്രഹ്മ മൂർത്തിയുടെ തിരുനടയിൽ ഭക്തിയോടുകൂടി നാം അവിടെ വന്ന് നമസ്കരിച്ചാൽ ഈ പരബ്രഹ്മമൂർത്തി ക്ഷേത്രം ആ കാശിയായി നമുക്ക് അനുഭവപ്പെടും. പവിത്രമായ കാശിയായി അനുഭവപ്പെടും. ഇവിടെ മരണമില്ല. ഈ കാശിയിലെത്തിയിട്ട് ഭഗവാനെ ആ പ്രകാരത്തിൽ ശരണം പ്രാപിക്കുന്നവർക്ക് മരണമില്ല, അവർക്ക് ദുഃഖമില്ല, അവർക്ക് രോഗമില്ല, അവർക്ക് കഷ്ടപ്പാടുകളില്ല, അവർക്ക് ഒരു പ്രകാരത്തിലുമുള്ള വേവലാതികളില്ല. എല്ലാറ്റിനും അപ്പുറത്തുള്ള ആനന്ദഘനമായിരിക്കുന്ന ആ ദിവ്യമായ അനുഭൂതി, ആ അനുഭൂതി മണ്ഡലത്തില് അവർ കുടികൊള്ളും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇനിയോ ആ ശിവനിൽ നിന്നിട്ടാണ് ഈ ത്രിമൂർത്തികൾ ഉണ്ടാകുന്നത്. ആ ശിവന്റെ സങ്കല്പത്താൽ, ആ സദാശിവന്റെ സങ്കല്പത്താൽ ഈ അംബിക ത്രിമൂർത്തികൾക്ക് ജന്മം നൽകുന്നു. അതാണ് തുടർന്ന് രുദ്രസംഹിതയിൽ പറയുന്നത്. ശിവൻ ഒരിക്കൽ സങ്കല്പിച്ചു, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരമായിട്ട്, പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ഒരു ദേവതയെ എന്നിൽ നിന്നിട്ട് ഉത്ഭവിപ്പിക്കണം, ഞാൻ തന്നെ ആ ദേവതയായി വരണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. തതഃ കുമാനാവിരാസീത് ഏകത്രൈലോക്യ സുന്ദരഃ. ആ സദാശിവനിൽ നിന്ന് ഈ മൂന്ന് ലോകത്തിലും വെച്ച് ഏറ്റവും സുന്ദരനായിരിക്കുന്ന ഒരു പുരുഷൻ ആവിർഭവിച്ചു. ഇതൊക്കെ ലോകം ഉണ്ടാക്കുന്നതിന് മുമ്പാണ് ആ ഒരു പുരുഷൻ ആവിർഭവിച്ചു. ആ പുരുഷൻ വളരെ ശാന്തസ്വരൂപനായിരുന്നു, സാത്വിക ഗുണം ഏറി നിൽക്കുന്നയാളായിരുന്നു, സമുദ്രത്തെ പോലെ ഗംഭീരമായ സ്വഭാവത്തോടു കൂടിയവനായിരുന്നു. എന്ന് മാത്രമല്ല, ഇന്ദ്രനീലദ്യുതി ശ്രീമാൻ. അദ്ദേഹത്തിന്റെ നിറം എന്തെന്നറിയോ? ഇന്ദ്രനീലത്തിന്റെ നിറമാണ്. ഇന്ദ്രനീലത്തിന്റെ ആകാശനീലിമ, ഇന്ദ്രനീല രത്നമാണ്. ആ നീലവർണം നമുക്ക് ആകാശത്ത് കാണാം. ആ ഇന്ദ്രനീലത്തിന്റെ നിറത്തോടു കൂടിയവനായിട്ട്, ഐശ്വര്യം നിറഞ്ഞവനായിട്ട്. പിന്നെയോ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയാൽ നമുക്കറിയാം ആ കണ്ണുകളുടെ പ്രത്യേകത. പുണ്ടരീകോത്തമേക്ഷണ, വെള്ളത്താമരപ്പൂവിന്റെ ഇതളിന്റെ ആകൃതിയോടുകൂടിയ കണ്ണുകളോടുകൂടിയവനാണവൻ. അങ്ങനെയുള്ളവനായ പുരുഷൻ ആ ശിവന്റെ സങ്കല്പത്താൽ അംബികയിലൂടി ജനിച്ചു. ആ പുരുഷൻ അംബികയെയും ശിവനെയും സ്തുതിച്ചു, തൊഴുതുകൊണ്ട് അവരെ സ്തുതിച്ചു. എന്നിട്ട് അവരോട് ചോദിച്ചു, ഞാൻ ആരാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ മഹാദേവൻ അദ്ദേഹത്തോട്, ആ പുരുഷനോട് പറഞ്ഞു,
വിഷ്ണു ദിവ്യാപകത്വത്തെ നാമ ഖ്യാതം ഭവിഷ്യതി. അല്ലയോ മഹാപുരുഷ, അങ്ങ് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനാണ്. നീ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കും. അങ്ങനെ എങ്ങും നിറഞ്ഞു നിൽക്കുന്നവനാകൊണ്ട് നിനക്ക് വിഷ്ണു എന്ന് പേര് വരും. അതാണ് വിഷ്ണു. നിനക്ക് വേറെയും പേരുകൾ ഉണ്ടാകും. ബഹൂനി അന്യാനി നാമാനി, വേറെയും പേരുകൾ നിനക്കുണ്ടാകും. അതെല്ലാം ഭക്തന്മാർക്ക് ആനന്ദത്തെ നൽകുന്ന നാമങ്ങളായിരിക്കും. നിനക്കൊരു ജോലി, വിഷ്ണുവായ നിനക്കൊരു ജോലി ഞാൻ തരുന്നു. ഞാൻ സൃഷ്ടിക്കാൻ പോകുന്നതായ ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുക എന്നുള്ളതായ ജോലി. ഞാൻ തന്നെയാണ് നീ എന്നല്ലയോ വിഷ്ണു നീ അറിഞ്ഞുകൊള്ളണം. ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലയോ വിഷ്ണു, ഞാൻ തന്നെയാണ് നീയായിട്ട് ഇങ്ങനെ രൂപം കൊണ്ടിരിക്കുന്നതെന്ന് അറിയണം. എനിക്കും നിനക്കും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. നമ്മൾ അറിയേണ്ട കാര്യമാണത്. വിഷ്ണു തന്നെയാണ് പരബ്രഹ്മം. പരബ്രഹ്മം തന്നെയാണ് അംബിക. ആ അംബികയിലൂടെ ജനിച്ച ആ പരബ്രഹ്മം തന്നെയാണ് വിഷ്ണു. എന്നിട്ട് ആ സദാശിവന്റെ സങ്കല്പത്താൽ വിഷ്ണുവിൽ നിന്ന് ഈ പ്രപഞ്ച നിർമ്മിതിക്ക് വേണ്ട 24 തത്വങ്ങളും ഉണ്ടായി. അത് വളരെ വിശദമായിട്ട് രുദ്രസംഹിതയിൽ നമ്മൾ കേൾക്കും. ഭാഗവതത്തിലെ തൃതീയ സ്കന്ധത്തില് അത് വിദുര മൈത്രേയ സംവേദമാണ്. ഭാഗവതത്തിലെ തൃതീയ സ്കന്ധവും ചതുർത്ഥ സ്കന്ധവും വിതുരനും മൈത്രേയനും തമ്മിലുള്ളതായ സംഭാഷണം. വിതുരൻ സംശയങ്ങൾ ചോദിക്കുന്നു, മൈത്രേയൻ ഉത്തരം പറയുന്നു. അതിലെ തൃതീയ സ്കന്ധത്തില് 12ാമത് അധ്യായത്തില് ഇത് ഇതേ പ്രകാരത്തിൽ കേൾക്കും. വേറെ വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ഇതുപോലെ കേൾക്കാം. ഭാഗവതം വായിക്കുമ്പോഴും ഇത് തന്നെ കേൾക്കാം. 24 തത്വങ്ങൾ, അതായത് പരബ്രഹ്മം സദാശിവനായി പരബ്രഹ്മത്തിന്റെ ലോക സൃഷ്ടിക്കായിട്ടുള്ള ആ സഗുണ തലത്തിലേക്കുള്ള ആദ്യത്തെ സങ്കല്പം, അതാണ് സദാശിവൻ. ആ സദാശിവനിൽ നിന്നിട്ട് മൂലപ്രകൃതി എന്ന അംബിക, ആ മൂലപ്രകൃതിയിൽ നിന്നിട്ട് വിഷ്ണു, ആ വിഷ്ണുവിൽ നിന്നിട്ട് മഹത്തത്വം, അതിൽ നിന്നിട്ട് അഹങ്കാരതത്വം, ആ അഹങ്കാരതത്വത്തിൽ നിന്നിട്ട് ശബ്ദതത്വം, അതിൽ നിന്ന് സ്പർശതത്വം, അതിൽ നിന്ന് രൂപതത്വം, അതിൽ നിന്ന് രസതത്വം, അതിൽ നിന്ന് ഗന്ധതത്വം, അതിൽ നിന്നിട്ട് പിന്നെ വരുന്നു മനസ്തത്വം. അത് കഴിഞ്ഞിട്ട് ഈ 5 സൂക്ഷ്മ തന്മാത്രകളിൽ നിന്നിട്ട് ശബ്ദസ്പർശ രൂപരസ തത്വങ്ങളിൽ നിന്നിട്ട് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, പിന്നെ 5 കർമ്മേന്ദ്രിയങ്ങൾ, പിന്നെ 5 സ്ഥൂലഭൂതങ്ങൾ, ഇങ്ങനെ 24 തത്വങ്ങളും ആ സദാശിവന്റെ സങ്കല്പത്താൽ പരമാത്മാവിൽ നിന്ന്, ആ പരമാത്മാവിന്റെ സങ്കല്പത്താൽ മഹാവിഷ്ണുവിൽ നിന്ന് ഉണ്ടായി. ആ മഹാവിഷ്ണു ആ തത്വങ്ങളാകുന്ന ആ പാലാഴിയുടെ പുറത്ത് അദ്ദേഹം യോഗനിദ്ര ചെയ്തു. അങ്ങനെ അദ്ദേഹം യോഗനിദ്ര ചെയ്യുമ്പോൾ സാക്ഷാൽ സദാശിവന്റെ സങ്കല്പത്താൽ ഈ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് ഒരു അത്ഭുതാകാരകമായ മനോഹരമായ വളരെയേറെ വലിപ്പമുള്ള ഒരു താമരപ്പൂ ഉണ്ടായി. ആ താമരപ്പൂവിൽ നിന്ന് ബ്രഹ്മാവ് ജനിച്ചു. നാരദനോട് ബ്രഹ്മാവ് പറയാണ്, ഞാൻ ജനിച്ചത് വിഷ്ണുവിന്റെ നാഭിയിലെ താമരപ്പൂവിൽ നിന്നാണ്. സുപ്തേ നാരായണേ ദേവേ നാഭോ പങ്കജമുത്തമം. ആ നാരായണദേവൻ, ആ വിഷ്ണു യോഗനിദ്ര ചെയ്യുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്നിട്ട് ഉത്തമമായിരിക്കുന്ന ഒരു താമരപ്പൂവ് ഉണ്ടായി. വളരെ പെട്ടെന്നാണ് ഇത് ആവിർഭവിച്ചത്. ആ താമരപ്പൂവില് ഞാൻ ആവിർഭവിച്ചു എന്ന് പറയാണ്. അപ്പോൾ ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആരാണെന്ന് ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു. എമ്പാടും അന്വേഷിച്ചിട്ടും എനിക്ക് ഞാൻ ആരാണെന്ന് പിടികിട്ടിയില്ല. ആരെയും കാണാനും കഴിഞ്ഞില്ല. ആ അവസരത്തിൽ ഞാനൊരു ശബ്ദം കേട്ടു. ഏറെക്കാലം അന്വേഷിച്ചു കഴിഞ്ഞപ്പോ ബ്രഹ്മാവ് നാരദനോട് പറയാണ്, ഞാൻ ആരാണ്. നമ്മൾ അന്വേഷിക്കേണ്ടതും അതാണ്. ഞാൻ ആര്. ഞാനിനെ നമ്മൾ അറിയുന്നു, പക്ഷെ ആ ഞാൻ ആരെന്നറിയുന്നില്ല. ഞാൻ ആരാണെന്ന് അന്വേഷിക്കണം. അതിന് തപസ് ചെയ്യണം.
അപ്പോൾ താനൊരു ശബ്ദം കേട്ടു. ബ്രഹ്മാവ് നാരദനോട് പറയാണ്, ഞാൻ ഇങ്ങനെ വിഷ്ണുവിന്റെ നാഭികമലത്തിലുണ്ടായി, പക്ഷെ ഈ താമരപ്പൂവിനെ അല്ലാതെ വേറൊന്നിനെയും കാണുന്നില്ല, വിഷ്ണുവിനെയും കാണുന്നില്ല. ഞാൻ ആരെന്നറിഞ്ഞൂടാ, ഞാൻ എന്തിനു ജനിച്ചു എന്നറിഞ്ഞൂടാ, ഇത് എവിടെ വേണമെന്നറിഞ്ഞൂടാ. ഇതറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആരെന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടന്നിട്ടും ഒരു എത്തുംപിടിയും കിട്ടിയില്ല. അങ്ങനെ ഞാൻ പരിഭ്രമിക്കുമ്പോ തപ 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 എന്നൊരു ശബ്ദം ഞാനിങ്ങനെ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ മുഴങ്ങിക്കേട്ടു. ആരോ എന്നോട് വിളിച്ചു പറയുന്ന പോലെ. ആരാ പറഞ്ഞതെന്നറിയോ? ഈ സദാശിവൻ, ഈ പരബ്രഹ്മം. അദ്ദേഹം ബ്രഹ്മാവിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഉപദേശിച്ചു, തപസ് ചെയ്യ് എന്ന്. ആ പരബ്രഹ്മം വിഷ്ണുവിലൂടി, ആ വിഷ്ണുവും നാരദന്റെ ഈ ബ്രഹ്മാവിന്റെ ഉള്ളിലിരിക്കുന്നു. ആ വിഷ്ണുവിലൂടി ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ കേൾപ്പിച്ചു. അങ്ങനെ ഞാൻ തപസ് ചെയ്തു. തപസ് ചെയ്തപ്പോഴേക്കും ദീർഘകാലത്തെ തപസ്സിന്റെ ഫലമായിട്ട് എന്റെ കൺമുന്നിൽ ഞാൻ എനിക്ക് ആധാരമായ, എനിക്ക് ജന്മം തന്ന ആ നാരായണനെ കണ്ടു, വിഷ്ണുവിനെ കണ്ടു. എങ്ങനെ? ശംഖചക്രായുധകരോ ഗദാപത്മധരപരഃ. ശംഖവും ചക്രവും ഗദയും പത്മവും തന്റെ 4 കരങ്ങളിലായിട്ട് ധരിച്ചുകൊണ്ട് ഘനശ്യാമള സർവാംഗ, അങ്ങനെ നീലിമയാർന്ന മനോഹരമായ നിറത്തോടു കൂടിയവനായിട്ട്, ശരീരം മുഴുവൻ ഈ നീലവർണ്ണമാണ്. പീതാംബരധരപരഃ, മഞ്ഞപ്പട്ട് ഉടുത്തവനായിട്ട് ആ നാരായണനെ ഞാൻ കണ്ടു. കിരീടം ധരിച്ചവനായിട്ട്, പ്രസന്നമായ മുഖപങ്കജത്തോട് കൂടിയവനായിട്ട്, 1000 കാമദേവന്റെ സൗന്ദര്യം ഒന്നായി നിറഞ്ഞു നിൽക്കുന്നവനായിട്ട് ഞാൻ ആ നാരായണന് മുന്നിൽ കണ്ടു. ആ നാരായണനെ ആദ്യം ഞാൻ നമസ്കരിച്ചു. നാരായണനിൽ നിന്ന് പലതും ഞാൻ ഗ്രഹിച്ചു. പക്ഷേ ശിവപ്രേരണ കൊണ്ടായിരിക്കും ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയൊരു മത്സരം ഉണ്ടായി, വാക്കുതർക്കം ഉണ്ടായി. അത് അടിയിൽ കലാശിച്ചു. ഞാനും നാരായണനും തമ്മിൽ യുദ്ധം ചെയ്തു, പരസ്പരം അറിയാതെ കണ്ട്. അപ്പോഴേക്കും ഞങ്ങൾക്ക് നടുവില് ഒരു അഗ്നിസ്തംഭം ഇങ്ങനെ പ്രകടമായി. അതെന്താണെന്ന് പിടികിട്ടിയില്ല. അപ്പോ ഈ ജ്വാല കൊണ്ട് 4 പാടും പ്രകാശിപ്പിക്കുന്ന ആ അഗ്നിസ്തംഭം, ഒരു തൂണ്, തീ കൊണ്ടുള്ള തൂണ്, അത്ഭുതാകാരമായ തൂണ് കണ്ടിട്ട് ഞങ്ങൾ അന്തം വിട്ടുപോയി. ഞങ്ങളുടെ അടി ബഹളം അവിടെ തീർന്നു. അതിനെ അന്വേഷിക്കാൻ ശ്രമിച്ചിട്ട് സാധിച്ചില്ല. എന്നാൽ ഇത് എവിടെ തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു എന്ന് അന്വേഷിക്കാമെന്ന് കരുതി ഞാനൊരു ഹംസത്തിന്റെ രൂപത്തിൽ മുകളിലേക്ക് പോയി. വിഷ്ണു ഒരു വരാഹത്തിന്റെ രൂപത്തിൽ താഴേക്ക് പോയി. ഞങ്ങൾ അനേക വർഷങ്ങൾ ഇങ്ങനെ ഞാൻ മുകളിലോട്ടും വിഷ്ണു താഴേക്കും പോയി. പക്ഷേ ഞങ്ങൾക്ക് അതിന്റെ തുടക്കവും ഒടുക്കവും കാണാൻ കഴിഞ്ഞില്ല. മടങ്ങി വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ സന്ധിച്ചു. രണ്ടുപേർക്കും കാണാൻ സാധിച്ചില്ല എന്ന് പരസ്പരം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ദുഃഖിച്ചു. ആ സ്തംഭാകൃതിയിൽ നിൽക്കുന്ന ആ അഗ്നിയെ ഞങ്ങൾ സ്തുതിച്ചു. അപ്പോഴേക്കും ഞങ്ങളുടെ മുന്നില് സാക്ഷാൽ സദാശിവൻ പ്രത്യക്ഷപ്പെട്ടു. ആ സദാശിവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ഉള്ളില് വളർന്ന അഹന്തയെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്തംഭാകൃതിയായിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സർവാധാരമായ പരബ്രഹ്മം തന്നിൽ നിന്ന് വിഷ്ണുവിനെയും തന്നിൽ നിന്ന് ബ്രഹ്മാവിനെയും സൃഷ്ടിച്ചിട്ട് അവർക്ക് രണ്ടുപേർക്കും തന്റെ ആ യഥാർത്ഥത്തിലുള്ള സ്വരൂപം കാണിച്ചു കൊടുക്കുകയാണ് സ്തംഭാകൃതിയില്. അതാണ് ശിവലിംഗം. നിങ്ങൾ ഈ രൂപത്തില് എന്നെ എല്ലാ ദിവസവും ശ്രദ്ധയോടുകൂടിയിട്ട് ഭക്തിയോടുകൂടിയിട്ട് ധ്യാനിക്കണം. അതാണ് ക്ഷേത്രങ്ങളില് ശിവലിംഗ പ്രതിഷ്ഠ. ഏറ്റവും കുറഞ്ഞ ആകൃതിയേ അതിലുള്ളൂ. അത് നിർഗുണത്തിൽ ലയിക്കുന്നു. നിർഗുണത്തിൽ നിന്ന് സഗുണത്തിലേക്ക് വരുന്ന ഏറ്റവും ചെറിയ ആകൃതി. സഗുണമാകുമ്പോഴാണ് ആകൃതികൾ വരുന്നത്. ആ നിർഗുണത്തിൽ നിന്ന് സഗുണത്തിലേക്ക് വരുന്ന ഏറ്റവും ചെറിയ ആകൃതി, അതാണ് ശിവലിംഗം. അതുകൊണ്ടാണ് ട്രോംബയിലെ നമ്മുടെ ആണവ റിയാക്ടറിന് പോലും ആ ഒരു ആകൃതി കൊടുത്തത്. ശിവലിംഗത്തിന്റെ ആകൃതിയിലാണ് ആ വലിയ ആണവ റിയാക്ടറിന്റെ രൂപം. അങ്ങനെ ഏറ്റവും ചെറിയ ആകൃതി,
ആ ആകൃതി കാണിച്ചു തന്നു. എന്തിന്? ഈ ആകൃതിയിൽ നിങ്ങൾ എന്നെ സങ്കല്പിക്കുക, ഈ ആകൃതിയിൽ നിങ്ങൾ പൂജ ചെയ്യുക. അപ്പോൾ ഈ ആകൃതിക്ക് അപ്പുറമുള്ളതായ നിർഗുണ നിരാകാരമായ എന്നിൽ എത്തിച്ചേരാൻ കഴിയും. അതിനുവേണ്ടി നിങ്ങൾ ഇതിനെ പൂജ ചെയ്യുക. നിങ്ങൾ രണ്ടുപേരും ആരെന്നറിയോ? എന്നിൽ നിന്നുണ്ടായവരാണ്. എന്റെ ഇടതുവശത്ത് നിന്ന് വിഷ്ണു ഉണ്ടായി. പരബ്രഹ്മവും വിഷ്ണുവും തമ്മിലുള്ള ബന്ധം നമ്മൾ അറിയണം. എന്റെ ഇടതുവശത്ത് നിന്ന് വിഷ്ണു ഉണ്ടായി, എന്റെ വലതുവശത്ത് നിന്നിട്ട് ബ്രഹ്മാവുണ്ടായി. പാർവതീദേവിയെ വിഷ്ണുവിന്റെ സഹോദരിയായിട്ട് പുരാണങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് അതുകൊണ്ടാണ്. രുദ്രപത്നിയായ കൈലാസനാഥനായ ശിവന്റെ പത്നിയായിരിക്കുന്ന ഉമയെ വിഷ്ണുവിന്റെ സഹോദരിയായിട്ട് കാണിച്ചു തരുന്നത് അതുകൊണ്ടാണ്. കാരണം ഈ മഹാദേവന്റെ ആ സദാശിവന്റെ ഇടതുവശമാണ് പാർവതി. ആ സദാശിവന്റെ ഇടതുവശത്ത് നിന്നിട്ടാണ് വിഷ്ണുവിന്റെ ഉൽപ്പത്തി. രണ്ടുപേരും സഹോദരരാണ്. അതാണ് വിഷ്ണുവിന്റെ സഹോദരിയാണ് ഉമ. അതേപോലെ തന്നെ അദ്ദേഹം ആ സദാശിവൻ പറയുന്നു, എന്റെ വലതുവശത്ത് നിന്നിട്ടാണ് അല്ലയോ ബ്രഹ്മാവേ അങ്ങുണ്ടായത്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഞാൻ ഓരോ ജോലി തരുന്നു. വിഷ്ണുവിനോട് അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ലോകത്തെ രക്ഷിക്കുക എന്നുള്ള ജോലി വിഷ്ണുവിന്, ഈ ജീവരാശികളെ മുഴുവൻ സൃഷ്ടിക്കുക എന്നുള്ള ജോലി ബ്രഹ്മാവിന്. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഈ കഴിവുകൾ ഞാനാകുന്ന നിർഗുണ നിരാകാര ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് എന്നിൽ തന്നെ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ എന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ജോലികൾ നിർവഹിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഞാൻ ഏൽപ്പിക്കുന്ന ജോലി ഭംഗിയായി ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ഞാൻ തന്നെയാണ് നിങ്ങൾ എന്നുള്ളതായ അനുഭവവും ഉണ്ടാകും. ത്രിധാ ഭിന്നോ ഹ്യഹം വിഷ്ണു. ഈ പ്രപഞ്ചത്തെ നിലനിർത്താൻ വിഷ്ണു രൂപം, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ബ്രഹ്മരൂപം. ഇനി ഒരു രൂപം കൂടി ഞാൻ കൈക്കൊള്ളും എന്ന് അദ്ദേഹം പറയാണ് ഇവരോട്. ഇവ 2 രൂപമല്ലേ ഉള്ളൂ, ഇനി ഒരു രൂപം കൂടി ഞാൻ കൈക്കൊള്ളും. അത് രുദ്രരൂപമാണ്. അത് ഞാൻ ബ്രഹ്മാവിലൂടെ കൈക്കൊള്ളും. അത് കൈക്കൊള്ളാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ തന്നെയാണ് വിഷ്ണു, ഞാൻ തന്നെയാണ് ബ്രഹ്മാവ്, ഞാൻ തന്നെയാണ് രുദ്രൻ. അതാണ് ത്രിധാ ഭിന്നോ ഹ്യഹം വിഷ്ണു ബ്രഹ്മ വിഷ്ണു ഹരാഖ്യേയ. നാം മനസ്സിലാക്കണം പരബ്രഹ്മമാരാണ് എന്ന്. ഞാൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കും സ്ഥിതിക്കും ലയത്തിനും വേണ്ടി 3 രൂപം കൈക്കൊണ്ടതാണ് നിങ്ങൾ. എങ്ങനെ? പ്രപഞ്ചത്തെ നിലനിർത്താൻ വിഷ്ണുവായിട്ട്, പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ബ്രഹ്മാവായിട്ട്, പ്രപഞ്ചത്തെ സംഹരിക്കാൻ ഹരനായിട്ട്, രുദ്രനായിട്ട്, ഇങ്ങനെ 3 പേരോടുകൂടി ബ്രഹ്മ വിഷ്ണു ഹരാഖ്യേയ. ബ്രഹ്മാവ് വിഷ്ണു ഹരൻ എന്നുള്ള 3 പേരോടുകൂടിയവരായിട്ട് ഞാൻ തന്നെയാണ് ത്രിമൂർത്തികളായിട്ട് ജനിച്ചിരിക്കുന്നത് എന്നറിഞ്ഞുകൊള്ളുക. അങ്ങനെ സർഗരക്ഷാലയ ഗുണൈഹി, സർഗം സൃഷ്ടി, രക്ഷ നിലനിൽപ്പ്, അതിന് ലയം പ്രളയം എന്നുള്ള 3 ചുമതലയോടു കൂടിയവരായിട്ട് ഞാൻ തന്നെ നിങ്ങൾ മൂവരായിട്ട് ജനിക്കുന്നു. അങ്ങനെ സഗുണമായി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരായിട്ട് ഞാൻ നിൽക്കുമ്പോഴും ഈ ഞാൻ നിർഗുണനായി പരബ്രഹ്മമായി മാറ്റം കൂടാതെ സ്ഥിതി ചെയ്യുന്നു. അതാണ് നിർഗുണ പരബ്രഹ്മം, നിർഗുണ നിരാകാര പരബ്രഹ്മം, പ്രപഞ്ചത്തിന്റെ സർവാധാരം. അതാണ് ഇവിടെ കുടികൊള്ളുന്നത്. ആ പ്രപഞ്ച സർവാധാരമായ പരബ്രഹ്മം പ്രപഞ്ച സൃഷ്ടിക്കായിട്ട് ബ്രഹ്മാവായും സ്ഥിതിക്കായിട്ട് വിഷ്ണുവായും സംഹാരത്തിനായിട്ട് രുദ്രനായും 3 ഭാവം കൈക്കൊണ്ട് കുടികൊള്ളുന്നു. ബ്രഹ്മാവ് ഞാൻ തന്നെ, ബ്രഹ്മാവിനോട് പറയണം നീ ഞാൻ തന്നെ. വിഷ്ണുവിനോട് പറയണം അല്ലയോ വിഷ്ണു നീ ഞാൻ തന്നെ. ഈ രുദ്രനും ഞാൻ തന്നെ. ഇങ്ങനെ ത്രിമൂർത്തികളും ഞാൻ തന്നെയാണ്. ഇത് കഴിഞ്ഞ ആ പരബ്രഹ്മമൂർത്തി ബ്രഹ്മാവിന്റെ നെറ്റിത്തടത്തിൽ നിന്ന് അവതരിക്കാൻ പരബ്രഹ്മം വിഷ്ണുവിനോടും ബ്രഹ്മാവിനോടും പറഞ്ഞു, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതായ ചുമതല എന്നെ പൂജിച്ചുകൊണ്ട് എന്നെ സ്മരിച്ചുകൊണ്ട് ചെയ്തു കൊള്ളുക എന്ന് ഉപദേശിച്ചിട്ട് അദ്ദേഹം അന്തർധാനം ചെയ്തു. മഹാവിഷ്ണു
എങ്ങനെയാണ് പ്രപഞ്ച സൃഷ്ടി ചെയ്യേണ്ടത് എന്ന് എനിക്ക് ഉപദേശിച്ചിട്ട് അന്തർധാനം ചെയ്തു എന്നും തുടർന്ന് ബ്രഹ്മാവ് നാരദനോട് പറയുന്നു. ഇതെല്ലാം ബ്രഹ്മാവ് നാരദനെ കേൾപ്പിക്കുന്ന കഥയാണ്. ആദ്യം ആ സദാശിവൻ എന്ന ആ നിർഗുണ നിരാകാര പരബ്രഹ്മം അന്തർധാനം ചെയ്തു മറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എങ്ങനെ സൃഷ്ടികർമ്മം ചെയ്യണം, ജീവരാശികളെ സൃഷ്ടിക്കണം എന്ന് നാരായണൻ വിഷ്ണു എനിക്ക് ഉപദേശം തന്നിട്ട് അദ്ദേഹവും അന്തർധാനം ചെയ്തു. വിഷ്ണു പറഞ്ഞ പ്രകാരത്തിൽ ശിവപാദങ്ങളെ, ആ പരബ്രഹ്മപാദങ്ങളെ സ്മരിച്ചുകൊണ്ട് ഞാൻ സൃഷ്ടികർമ്മം ആരംഭിച്ചു. ആദ്യം ഞാൻ സൃഷ്ടി ചെയ്തത് ക്രൂരപ്രകൃതികളായിട്ടുള്ള ജീവരാശികളെയാണ്. അതെന്തുകൊണ്ടോ ഞാൻ അങ്ങനെ സൃഷ്ടിച്ചു. ഇനി അത് പാടില്ല എന്ന് കരുതി പിന്നെ രാജസ സൃഷ്ടി ചെയ്തു, പിന്നെ സാത്വിക സൃഷ്ടി ചെയ്തു. അങ്ങനെ സാത്വിക സൃഷ്ടി ചെയ്യുമ്പോഴേക്കും സനകാദികളെ സൃഷ്ടിച്ചു. സനത്കുമാരൻ, സനകൻ, സനന്ദനൻ, സനകൻ അവരെയൊക്കെ സൃഷ്ടിച്ചു. അപ്പോ ഇനി സൃഷ്ടി എന്നുള്ള കർമ്മത്തില് തന്നെ സഹായിക്കാൻ തന്റെ മക്കളുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഈ സനകാദികളോട്, അല്ലയോ നാരദ, ഞാൻ തന്നെ പ്രാർത്ഥിച്ചു. ആ സനകാദികളോട് പറഞ്ഞു, എപ്പോഴും 5 വയസ്സുള്ള കുട്ടികളുടെ അവസ്ഥയാണ് അവർക്ക്. അവരോട് ഞാൻ തന്നെ പ്രാർത്ഥിച്ചു, ഞാൻ ചെയ്യുന്ന സൃഷ്ടികർമ്മം അത് എന്നില് പരബ്രഹ്മ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ്, അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്നെ സഹായിക്കണം. പക്ഷെ അവർക്ക് സൃഷ്ടികർമ്മത്തിൽ താല്പര്യമില്ല. അവർക്ക് പരമാത്മ സാക്ഷാത്കാരത്തിൽ, മോക്ഷത്തിലാണ് താല്പര്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അവരനുസരിച്ചില്ല. എനിക്ക് ദേഷ്യം വന്നപ്പോഴേക്കും ഉടൻ തന്നെ നാരായണൻ മഹാവിഷ്ണു എന്റെ മുന്നിൽ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അങ്ങ് ഒരു കാര്യം ഓർക്കണം, ഈ ദേഷ്യത്തെ അങ്ങ് ഉപസംഹരിക്കണം. ആ സനകാദികള് അങ്ങ് സൃഷ്ടികർമ്മത്തിൽ സഹായിക്കാൻ ഉപദേശിച്ചപ്പോ അവരെ അനുസരിച്ചില്ല. അത് അവർക്ക് മോക്ഷത്തിൽ ഏറെ താല്പര്യമുള്ളത് കൊണ്ടാണ്. അങ്ങ് തന്നെ സൃഷ്ടികർമ്മം ചെയ്യണം എന്ന് മഹാവിഷ്ണു എന്നെ ഉപദേശിച്ചു. അതിനുവേണ്ടി അങ്ങ് തപസ് ചെയ്യണം. അങ്ങനെ സൃഷ്ടികർമ്മം തുടർന്ന് നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും തപസ് ചെയ്യുമ്പോൾ എന്റെ 2 കണ്ണുകളുടെയും നടുവിൽ മൂക്ക് വന്ന് സന്ധിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് എന്റെ ക്രോധം മുഴുവൻ, സനകാദികൾ അനുസരിക്കാത്തത് കൊണ്ട് എന്റെ മനസ്സിലുണ്ടായ ക്രോധം മുഴുവൻ ഒരു പുതിയൊരു രൂപത്തില് ശിവന്റെ സങ്കല്പത്താൽ, ആ പരബ്രഹ്മത്തിന്റെ സങ്കല്പത്താൽ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അതാണ് രുദ്രൻ. എന്നോട് കരഞ്ഞു ചോദിച്ചു, ഞാൻ ആര്, എനിക്ക് എവിടെയാണ് സ്ഥാനം, എന്റെ ചുമതല എന്താണ് എന്ന് എന്നോട് കരഞ്ഞു ചോദിച്ചു. അങ്ങനെ കരഞ്ഞതുകൊണ്ട്, ആ ചോദ്യം തന്നെ കരച്ചിൽ പോലെയാണ്, അങ്ങനെ കരഞ്ഞതുകൊണ്ട് രുദ്രൻ എന്ന പേര്, അങ്ങനെ രുദ്രൻ ആവിർഭവിച്ചു. ഞാൻ രുദ്രനോട് പറഞ്ഞു, എന്നെ സൃഷ്ടികർമ്മത്തിൽ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ആശിച്ചത്, നീ എന്നെ സൃഷ്ടികർമ്മത്തിൽ സഹായിക്കൂ. രുദ്രൻ യാതൊരു സംശയവും കൂടാതെ സൃഷ്ടി ചെയ്തു. അദ്ദേഹം സൃഷ്ടിച്ചത് എങ്ങനെയെന്നറിയോ? തന്നെ പോലെ തന്നെ അതേ പ്രകാരത്തിലുള്ള എല്ലാത്തിനെയും ലയിപ്പിക്കുന്ന സ്വഭാവമുള്ള അനേകം